പറയടി. ഞാനിവിടെ വർക്ക്ഷോപ്പിൽ പോയിട്ട് വന്നു. പൈസ അയക്കാൻ പിന്നെ ഞാൻ ഡെയിലി പോയി വർക്ക്ഷോപ്പിൽ പോയി കിട്ടുന്ന ഡെയിലി അങ്ങോട്ട് അയച്ചു തരാം. നിനക്കെന്ത് പ്രാന്താ നിനക്ക്? അവിടെ പണിക്കനുസരിച്ചല്ല പൈസ കിട്ടത്തുള്ളൂ. അടവിൻ്റെ പൈസ 2 ദിവസം കഴിയുമ്പോൾ ഇട്ട് തരാം. സമയമാവട്ടെ. ഇവിടെ ഇവിടെ നിന്നുള്ള കാര്യം എന്ത്? പിള്ളേരെന്ത്? ആ ശരി. അപ്പച്ചൻ്റെ അടുത്ത് ഗുളിക തീരട്ടെ. തീരുന്നതിന് മുമ്പ് ഡപ്പ നിറച്ച് ഗുളിക കണ്ടാലേ ഉറങ്ങത്തുള്ളൂ. തീരുമ്പോഴത്തേനെ മേടിച്ചു കൊടുക്കാന്ന് പറ. ഞാൻ വിളിക്കാം. കിടക്കണം. എവിടെ? ഇവിടെ. ഈ മുറിയില്ല, എൻ്റെ കൂടെ. നീ കഴിഞ്ഞ ആഴ്ച നീ എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ടെന്ന് ഇറങ്ങിപ്പോയല്ലോ. എൻ്റെ മുറി കിടക്കാൻ പറ്റത്തില്ല, കൂർക്കമ്പലിയാണ്, കോഴിക്കടയാണെന്ന് പറഞ്ഞിട്ട് നീ അമ്മ എടുത്തു പോയത്. അപ്പൊ പിന്നെ വാരി കിട്ടി ഇങ്ങോട്ട് വന്ന എന്തിന്? ഒരു പ്രശ്നമുണ്ട്. എന്തോ പ്രശ്നം? നീ വാ. എന്താ പ്രശ്നം? പിന്നെ എന്റെ ട്യൂഷൻ മാറാൻ പോവാ. അതിന് എന്റെ 2 കൂട്ടുകാരന്മാര് പറഞ്ഞ് ടീച്ചർ ഭയങ്കര അടിയാന്ന്. ജീവന് കൊതിയുണ്ടെങ്കിൽ അങ്ങ് പോണ്ടാന്ന്. പുതിയ ട്യൂഷൻ ടീച്ചർ ജീവന് കൊതിയുണ്ട് അവിടെ പോകണ്ടെന്ന് പറഞ്ഞത് അവര് എടാ പഠിക്കാത്ത മണ്ടമുള്ളാരുടെ കാര്യമില്ലേ. നീ നല്ല വൃത്തിയായിട്ട് ക്ലാസ് ശ്രദ്ധിച്ചായിരുന്നു ഇങ്ങനെ അവിടെ ഇവിടെ ട്യൂഷൻ കൊണ്ടുപോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. സ്കൂളിൽ മാത്രം പോയി ഇവിടെ വന്ന് ബാക്കിയുള്ള സമയം നിനക്ക് ഇഷ്ടംപോലെ കളിക്കാൻ കിട്ടിയാലല്ലോ. അപ്പം നീ ക്ലാസ് ശ്രദ്ധിക്കാതെ അവിടെ ഇവിടെ വായി നോക്കിയിരുന്ന് പേപ്പറിൽ പടം വരച്ച് കളിച്ചോണ്ടല്ലേ ഇങ്ങനെ വരുന്നത്. അവിടെ തന്നെ പോണം. അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ. ഇത് ഫുള്ള് കിട്ടിയാലും അടിക്കും. ഫുള്ള് കിട്ടിയാലും അടിക്കോ? അതൊന്നും ടീച്ചർ ആരോട് പറയാം? അമ്മയോട്. ഫസ്റ്റ് പിന്നെ ട്യൂഷൻ വിടണമെന്ന് ഞാൻ നിങ്ങളുടെ അമ്മ എടുത്തെന്ന് പറയാം. അപ്പോൾ അവർ ആദ്യം എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടും. എന്നിട്ട് അതിൻ്റെ തൊട്ട് പിന്നാലെ നിന്നെ ട്യൂഷനും പറഞ്ഞു വിടും. അത് വേണം. എനിക്കെന്ത് ഗുണം അത് പറ. പാപ്പം തരാം. പാപ്പം നീ തരാം. എടാ നിങ്ങളുടെ വല്യപ്പ കൊടുത്തു വിട്ട കട്ട്ലറ്റ് നീയും നല്ലു സൈയുടെ ഈ പറമ്പോട് പറമ്പ് അറഞ്ചം പുറഞ്ചം തിന്നിട്ട് 1 മണി എനിക്ക് നീ തന്നോടാ. തന്നോ? ഇനിയുള്ള തരാം. ഇനിയുള്ള എന്തോ തരാമെന്ന് നിന്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ നീ എന്താ പറഞ്ഞേ? അത് പിള്ളേർ കഴിക്കുന്ന വലിയവർ കഴിക്കത്തില്ലെന്ന്. ആണ് എല്ലാ പലഹാരം എല്ലാവർക്കും കഴിക്കാം. അങ്ങനെ വലിയവർക്കും ചെറിയവർക്കും ഒന്നുമില്ല. ഇനിയുള്ള തരാം. എനിക്ക് പോയി പാപ്പപ്പാട്ട് എടുത്തോണ്ടോ? അല്ല അല്ലേ രാവിലെ ഉണ്ടായിരുന്ന ഹോളിസ് ബിസ്ക്കറ്റ് ഞാൻ രാവിലെ എൻ്റെ ഹോളിസ് ബിസ്ക്കറ്റ് തണുത്തോണ്ടല്ലോടാ നീ എന്നോട് വാരി എൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചത്. നീ നല്ല ഒരു സാധനം നീ എന്നെ കണി കാണിച്ചിട്ടുണ്ടോ? ഇപ്പൊ പാപ്പപ്പാട്ട എന്തുകൊണ്ട്? ഒന്നുമില്ല. അങ്ങനെ ഉണ്ടോ ഇത് പരിഹരിക്കാൻ പറ്റത്തില്ലത്. നാളെ ഞാൻ ഡാഡിയുടെ അടുത്ത് നാളെ ആരെന്ത് പലഹാരം മേടിച്ചാലും അത് പാപ്പപ്പാട്ട അതേപോലെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. ഓക്കെ ആണോ? ഡൺ. ഞാൻ ഓക്കെ. ഇന്നിവിടെ കിടക്കുന്നു അവിടെ പോന്നോ? നീ കിടന്നു. താരാട്ടോട്ട് വേണോ? ഫോൺ ചെയ്യട്ടെ. കിടന്നോ. കുഞ്ഞാളിയ എന്റെ കുഞ്ഞാളിയ വല്ലാതെ കൊതിച്ചു കുഞ്ഞാളിയാ. കുഞ്ഞാളിയാനാ? എന്താ അവനുമായി വല്ലാതിരിക്കുന്നത്? നീ എന്നെ ഇന്ന് കുഞ്ഞാളിയാന്നൊന്നും വിളിക്കണ്ട കേട്ടോ. അല്ല നിനക്ക് എന്തോ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ നീ ഇങ്ങനെ ഇരിക്കൂല. എന്തോ പ്രശ്നം എന്റെ അടുത്ത് പറ. എനിക്കൊരു പ്രശ്നവും ഇല്ല. കുഞ്ഞാളിയാ ഞാൻ പറഞ്ഞ അളിയല്ല വിളിക്കല്ലെന്ന്. എനിക്കറിയാം ഈ അളിയ വിളി എന്തിനാണെന്ന്. എന്തിന്? ആര് പറഞ്ഞു നിന്റെ അടുത്ത്? ആരും പറഞ്ഞില്ല. എന്റെ അളി അങ്ങനെയൊന്നും അല്ല. എടാ നീ എന്നെ ആലോചിച്ചു. നിനക്ക് എന്തോരം മുട്ടായികൾ, എന്തോരം ഐസ്ക്രീം, എന്തോരം സാധനങ്ങൾ ഞാൻ നിനക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അന്നൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. ഇപ്പൊ എന്താ എങ്ങനെയൊക്കെ നീ പറയണേ? ആ മുട്ടായി ഐസ്ക്രീമിന്റെ ഒക്കെ പൈസ ഞാൻ എന്റെ പോലീസ് മാമന്റെ വാങ്ങിച്ചു തരാം. പോലീസ് മാമന്റെ ഇല്ല, ഇത് എന്തോ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ എന്റെ അളി ഇങ്ങനെയൊന്നും അല്ല. എന്ത് കാര്യം പറയണം? നമ്മൾ ഇങ്ങനെ അല്ലല്ലോടാ ഒരുമിച്ച് കളിച്ചു കുഴപ്പമില്ല. ചുമ്മാരി തമാശ കിട്ടോ? പിന്നെ ചേട്ടാ ചെറുക്കെന്തോ പറ്റിയേട്ടാ. കുഴപ്പമില്ല. ഒരു കാര്യം എന്തോ പ്രശ്നം സാരമായിട്ട് നിന്നെ ബാധിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്കിരുന്നിട്ട്
നീ അങ്ങ് ചിന്തിച്ച് അതിനെ അങ്ങ് മാറ്റി സോൾവ് ചെയ്ത് കളാം. കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും സമാധാനം പറ്റി ഒറ്റയ്ക്ക് ചിന്തിക്കണം കേട്ടാ. അപ്പം എല്ലാ പ്രശ്നവും മാറും. ഇതാ ഇതും കൂടെ കഴിച്ചിട്ട് എനിക്ക് വേണ്ട ചേട്ടന്റെ മുട്ടായി. കഴികളിയാ വേണ്ട. എന്തിനല്ലേ അങ്ങനെയൊക്കെ പറയണത്? ഇത് മുട്ടായില്ലേ തന്നത്? നിന്നെ ആരോ പറഞ്ഞു എന്താ? അല്ല നമ്മുടെ അളിയനെ മുട്ടായി കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നു. അളിയന് മുട്ടായി മേടിച്ചു കൊടുക്കാൻ അവിടെ ഇഷ്ടം പോലെ പിള്ളേർ വേറെ ഉണ്ട്. എന്താണ് ഇല്ല മുട്ടായി എന്താ മുട്ടായി കടയുണ്ട? എല്ലാവരും കലിപ്പാണുള്ളത്. അവിടെയും കലിപ്പ് ഇവിടെയും കലിപ്പ്. എങ്ങനെയുണ്ട് കാര്യം പറ. ഇതാടാ ഇത് മുട്ടായി ഞാൻ കൊണ്ടുവന്നില്ലേ? ഞാൻ അളിയനെ കൊടുക്കാൻ പറ്റില്ലേ? ഞാൻ കൊടുത്തോളാം. ആ കേട്ടോ പണ്ടും കലിപ്പാണ്. ഇങ്ങനെ വേണം പോട്ടാ കുഞ്ഞളിയാ. എന്തിനാണ് തങ്ങൻ ചേട്ടത്തിൽ നിന്ന് പൊട്ടിരുവല്ലോ കിട്ടിയ രാവിലെ? ഇല്ല. പിന്നെ മുഖം മങ്ങിയിരിക്കുന്നു. പരീക്ഷയുടെ പേപ്പർ വന്നോ? എനിക്ക് ഭയങ്കര ബോറടി. എന്തെങ്കിലും ഒരു വൈബ് ഉണ്ടാക്കിത്താ. വൈബാ? ഈ പ്രായത്തിൽ വൈബ് ഉണ്ടാക്കാൻ കളിക്കണം. ക്രിക്കറ്റ് കളിക്കാൻ നമുക്ക്. അതിന് ബാറ്റില്ലല്ലോ. ഓ സാറ്റ് കളിച്ചാലോ? പൊളിച്ചോ പത്തോ? അതൊന്നും വേണ്ട. റൊണാൾഡോ എവിടെ ഒളിച്ചിരുന്നാലും ഞാൻ ഈ ശരീരത്ത് കണ്ടുപിടിക്കും. ഇപ്പൊ വൈബ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ ഉണ്ട്. കുറച്ച് നേരത്തേക്ക് 2 വീട്ടുകാരെ ഏറി നിർത്താം. കുറച്ച് നേരത്തേക്ക് അവർക്കൊരു ചെറിയ ടെൻഷൻ കൊടുക്കാം. എന്താ പറയുന്നു? നല്ല വൈബായിരിക്കും. ടെൻഷൻ കൊടുത്ത് ഇങ്ങനെ ബലൂണ് വീർപ്പിച്ചിട്ട് നമ്മൾ കുത്തിപ്പൊട്ടിക്കും. തപ്പേ അപ്പോൾ രസമായിരിക്കും. കൂടെ വയ്ക്കോ? ഉറപ്പാണോ? ഗീടി വൈബ് പിടിക്കാം. അതെ മെത്തലടിയിലും കട്ടിലടിയിലൊക്കെ നോക്ക്. ഞാൻ ഷെൽഫി വല്ലതും ഉണ്ടോ നോക്കട്ടെ. സൗണ്ട് ഉണ്ടാക്കല്ലേ. ഇല്ലേ ആ ബെഡ്റൂമിലെ എന്റെ ഫോൺ ഉണ്ടെന്ന് വെച്ചാണ്ട് ആ ഫോൺ ഇവിടെ ഉണ്ടേ. ഉണ്ടാ കിട്ടിയാ? ആ റൊണാൾഡോ ഇവിടെ ഒരു പെട്ടി. പെട്ടിയാ? നീ അതുകൊണ്ട് ഇറങ്ങിയോ? എന്നാലും പാടാ. എടുത്തോടുത്തോ സൗണ്ട് ഉണ്ടാക്കല്ലേ. കട്ടിലടി വെക്ക സ്ഥലം ഉണ്ടോ നോക്ക്. ആ ഇവിടെ ഒരു കവറുണ്ട്, ഇതിനകത്ത് വെക്കാം. നദി വെക്ക്. ഒളിച്ചളിയോ? അല്ല ഇവന് എന്തോ എന്തോ കാണാൻ തിരക്കി വന്നില്ലേ? എന്റെ മറ്റേ മഞ്ഞ കളിപ്പാട്ടം നോക്കി വന്നതാ. കിട്ടിയോ? ഇല്ല, അത് മറ്റേ റൊണാൾഡോമിന്റെ മുറിയിലേ. അത് പറ, അത് അവിടെ. അത് എന്തൊരു സൗണ്ട് കേട്ടല്ലോ. എന്ത് സൗണ്ട്? ഒരു അത് മിമിക്രി. ഞാൻ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു മിമിക്രി. ഏയ് അല്ല, അങ്ങനത്തെ സൗണ്ട് കേട്ടു.
ട്രെയിൻ പോകുന്നത് ബാ നമുക്ക് ആ മുറി പോയി നോക്കാം. ഇവിടെ ഇല്ലേ? ഉണ്ടോ? ഇല്ല ഇല്ല. വീണ്ടും സൗണ്ട് കേൾക്കുന്നത് അതല്ല. ആന്ന് ബാ നടന്നു പോകോ. ദാ, ദാ, ദാ. ആരോട് കാര്യം പറയരുത്. സംഭവം ഇങ്ങനെ നമ്മൾ ടെൻഷൻ അടിപ്പിച്ച് ഊത് കീർപ്പിച്ചിട്ട് ടപ്പ് പൊട്ടിക്കും. അതിൻ്റെ അടുത്ത് കൊടുക്കും. ഓക്കെ ഇന്നലെയാണ് ഞാൻ 7ാം വാർഡിലെ മെമ്പറെ ഞാൻ കണ്ടത്. സിനിമാ നടി തോറ്റുപോകും. ഇത് സുസ്മിത രാജനോ? എന്ത് രസം അവരെ കാണാൻ. പിന്നെ എന്ത് അത്ര വലിയ ഭംഗിയൊന്നും. അതൊന്നുമല്ല, അവരെ നല്ല രസം. പോസ്റ്ററിന് അത് സിനിമാ നടിയാണേ തോന്നുന്നു. അതിന്റെ ഭൂരിപക്ഷം അവർക്ക് കിട്ടി. വലിയ കാര്യമായിപ്പോയി. എന്നെ കാണാൻ എന്നാ കുഴപ്പം? ഏട്ടാ, നിങ്ങളെ കാണാൻ മോശം ഞാൻ പറഞ്ഞില്ലല്ലേ. ചേച്ചി ഏട്ടനവിടെ? അവൻ താഴോട്ട് ആ പറമ്പിലോട്ട് പോയിട്ടുണ്ട്. ആണോ? എന്താടി ചേച്ചി എന്റെ ചീലങ്ക കാണുന്നില്ലേ ചേച്ചി? ഇല്ലെങ്കിൽ ഇന്നാളെ അവൻ മേടിച്ചു തന്നതാ. ആ അതെവിടെ പോയി അവിടെ നോക്കി ശരിക്കും? ഇല്ലെന്നേ, ഞാൻ നമ്മുടെ കട്ടിലിന്റെ താഴെ ഒരു പെട്ടി ഉണ്ടല്ലോ ഡാൻസിന്റെ സാധനമൊക്കെ വെക്കുന്ന, അതിനകത്ത് വെച്ചിരുന്ന അതിനകത്ത് കാണുന്നില്ല. മറ്റു സാധനമൊക്കെ ഉണ്ടോ? ബാക്കിയെല്ലാം ഉണ്ട്, ചിലങ്ക മാത്രം ഇല്ല. അത് മാത്രമായിട്ട് ഞാൻ എവിടെയെങ്കിലും കൊണ്ട് വെക്കത്തില്ലല്ലോ. ഇവിടെ വെച്ചിട്ടുണ്ടാവും നീ വല്ല. ഓ ചേച്ചി, എവിടെ നിന്ന് പ്രോഗ്രാം അല്ലേ, അതിന് വേണ്ടിട്ട് നോക്കിയതല്ലേ. പെണ്ണ് അങ്ങോട്ട് പോയാ? അവൻ അങ്ങോട്ട് പോയി. മറന്ന് അവിടെ കാണാൻ വെച്ചറിയില്ല. ഇപ്പൊ നോക്ക്. ഇല്ല, ഞാൻ ഒന്നുകൂടെ ഒന്ന് പോയി നോക്കട്ടെ. ഞാൻ വരാടി. വാ. ഇതേപോലെ കിടുക്കാച്ചി 100,000 മുത്തി തലയ്ക്കകത്തുണ്ട്. എങ്ങനെയുണ്ട്? അല്ലെങ്കിൽ തന്നെ ഈ ബലൂൺ എപ്പോഴാ പൊട്ടിച്ചളയുന്നു? പൊട്ടിക്കാൻ വരട്ടെ. ഇനി അവരിങ്ങനെ കിടന്ന് കുറെ ഓടും. ഓടി ക്ഷീണിച്ചിരിക്കും. നമ്മൾ ഇതങ്ങോട്ട് പൊട്ടിക്കും. ആരോടും പറഞ്ഞേക്കരുത്. പോയി പാപ്പപ്പാട്ടയ്ക്കകത്ത് പാപ്പം വല്ലോണ്ട് എടുത്തോണ്ടോ. പോക്കോ. നോക്കട്ടെ, ചിലപ്പോ കാണും. ചിലപ്പോഴല്ല, കാണണം. നിനക്കാണ് വൈബുണ്ടായത്. എടി, അവിടെ ഇല്ല. അമ്മയുടെ റൂമിലും ഇല്ല. ഇല്ലല്ലേ? ഇല്ല. പിന്നെ അവിടെ പോയി ചേച്ചി? നീ ഇവിടുന്ന് ഡാൻസ് ക്ലാസ്സിൽ വല്ലതും വെച്ചിട്ടുണ്ടാവും. എന്റെ പൊന്നേച്ചി, ഞാൻ എന്തിനാ എന്റെ ചിലങ്ക കൊണ്ട് ഡാൻസ് ക്ലാസ്സിൽ വെക്കുന്നത്? അത് കനകം മേടിച്ച ഇതിന്റെ ഉള്ളില് നോക്കിയാ ഒക്കെ നോക്കി. എന്നാലും വേറെ എവിടെ പോയിട്ടുണ്ടാവും? എനിക്കറിയാൻ പാടില്ല. ഇത് അമ്മയുടെ റൂമിലെ ഡ്രോയിലൊക്കെ നോക്കി, എല്ലായിടത്തും നോക്കി. അതിൽ തന്നെ അവിടെ നിന്ന് വെക്കത്തില്ല, ഇതിന്റെ അകത്തല്ലേ വെക്കുള്ളൂ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ഇവിടെ ഇതിന്റെ അകത്ത് വെച്ചത്. എന്റെ അടിയിലുണ്ടോ നോട്ടെ. നോക്കി അവിടെയൊക്കെ. അപ്പുറത്തെ അലമാരിയിലുണ്ടോ? എവിടെ? അവിടെ ഒന്ന് നോക്കട്ടെ. ഹോളിലൊരു അലമാരിയില്ല. അവിടെ ഇപ്പുറത്തെ. മക്കളെ, അത് പോയെങ്കിൽ പുതിയൊരെണ്ണം മേടിച്ചാ പോരെ. എല്ലാരും അങ്ങനെ അല്ലേ. പിന്നെ അങ്ങനെയാണോ ഇത്? ഇതെനിക്ക് ഏട്ടൻ തന്നതല്ലേ ഗിഫ്റ്റ് ആയിട്ട്, നിങ്ങളൊക്കെ കണ്ടതല്ലേ. എന്നാലും അത് ഈ വീട്ടിലിരിക്കുന്ന സാധനം എങ്ങനെ പോവാനാന്നേ? ഞാൻ ഒരു പരിപാടിക്ക് പോലും കൊണ്ടുപോയിട്ടില്ല, പിന്നെ എങ്ങനെ കൊണ്ടുപോവാനാ? ഇനിയിപ്പൊ അതിന് വിഷമിച്ചിട്ട് കാര്യമില്ല. അത് പോയി. ആരും അതാ പറഞ്ഞേ. പോയത് പോയി. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നീ വല്ല ഡാൻസ് ക്ലാസ്സിൽ അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടില്ലേ ചേച്ചി എവിടെയും? പിന്നെ അത് മാത്രം എവിടെ പോവാനൊന്നും ലില്ലി നീ പറയണേ. നീ എടുക്കാതെ ആ സാധനം ആരും എടുക്കൂല അല്ലേ? ആർക്കെങ്കിലും ആവശ്യമുള്ള കാര്യമാണോ അത്? വെറുതെ അതിനിപ്പോ ഒരെണ്ണം മേടിക്കാറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അവനോട് ഒരെണ്ണം മേടിച്ചു തരാൻ പറ. പിന്നെ ഒരാൾ ആശിച്ചത് എനിക്കൊരു ഗിഫ്റ്റ് ആയിട്ട് തന്നതല്ലേ, അപ്പൊ അതുപോലെ സൂക്ഷിച്ചു വെക്കണം. അതെ. അല്ലാതെ പിന്നെ ഇപ്പൊ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? പക്ഷെ എന്നാലും അതൊന്നും മതി. അതൊക്കെ കണ്ടും കൂടി ഇല്ലല്ലോ ദൈവം. അതൊന്ന് ഒരു പ്രാവശ്യം പോലും ഒന്ന് കെട്ടി ഒരു സ്ഥലത്ത് കളിച്ച പോലും ഇല്ല ഡാൻസ്. കഷ്ടമായിപ്പോയി.
കഷണ്ടിക്ക് പരിഹാരവുമായി ഇതാ ജെറൂഷ് തക്കലയിൽ. അന്താരാഷ്ട്ര നിലവാരമുള്ള ഹെയർ ഫിക്സിംഗ്, പരിചയസമ്പന്നരായ ഡോക്ടർമാർ, അതുല്യമായ സേവനം. ഇനി തലവിധി മാറ്റാം. പറഞ്ഞ ഇല്ലിപ്പൻ്റെ വിഷമം കണ്ടപ്പോൾ എനിക്കൂടെ അങ്ങ് സങ്കടമായി പോയി. ഞാൻ കൊടുക്കല്ലേ ഇവിടെ ഉണ്ടായിരുന്ന സാധനം എവിടെ പോയി റൊണാൾഡോ മാമ? സത്യം പറ, ചിലങ്ക എവിടെ? ഞാൻ ആർക്കും കൊടുത്തിട്ടില്ലേ. ഒറ്റിന്റെ മണമുണ്ട്. യൂദാസേ സാധനം ഞാൻ കളഞ്ഞിട്ടില്ല, ആരുടെ പറഞ്ഞിട്ടില്ല, ആർക്കും കൊടുത്തിട്ടില്ല. പറഞ്ഞിട്ടില്ലെന്നോ? പറഞ്ഞിട്ടുണ്ടോ ഞാൻ ചോദിക്കാതെ പറഞ്ഞിട്ടില്ലെന്ന് നീ പറയണമെങ്കിൽ സത്യം പറ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ചിലങ്ക എവിടെ? ചിലങ്ക എവിടെ? റൊണാൾഡോ മാമൻ തന്നെ എടുത്ത. റൊണാൾഡോ മാമൻ ആക്കരിക്ക് എല്ലാം കൊടുത്തു കാണും. ആക്കരിക്ക് ചിലങ്ക കൊടുക്കാനോ? അവക്ക് നിധി പോലെ സൂക്ഷിക്കുന്ന സാധനമാണ്. പച്ചമ്പി സമ്മാനം കൊടുത്തത് മര്യാദയ്ക്ക് എടുത്തു വെച്ചോ. ഇത് റൊണാൾഡോ മാമൻ തന്നെ. എനിക്കെന്തിനാണ് ചിലങ്ക? എനിക്കറിഞ്ഞൂടാ. റൊണാൾഡോ മാമ എടുത്ത്. എന്റെ കണ്ണി നോക്കി സത്യം പറ. റൊണാൾഡോ മാമൻ തന്നെ എടുത്ത്. ഇവിടെ കണ്ണി നോക്കി ചിലങ്ക എവിടെ? എടാ, അപ്പൊ നിങ്ങളാണ് എടുത്തത്? ഞങ്ങളല്ല, ഇവനാണ് എടുത്തത്. അല്ല, റൊണാൾഡോ മാമൻ. നിങ്ങൾക്ക് എന്തിനാണ് ഈ ചെലങ്ക? അല്ല, ഇവന് എന്തോ ഹൈഡ് കളിക്കണമെന്ന് പറഞ്ഞപ്പോ അവൻ എടുത്തോണ്ട് വന്നപ്പോ ഞാൻ ഒളിപ്പിക്കാൻ. എന്തിനെടുത്തേ? ഞാൻ അവിടെ ഇരുന്ന് ഞാൻ ചുമ്മാ ഇങ്ങനെ ബോറടിച്ചിരുന്ന്. അപ്പൊ റൊണാൾഡോ മാമന്റെ അടുത്ത് ഞാൻ പറഞ്ഞ് എന്തെങ്കിലും വൈബ് ഉണ്ടായി തരാൻ. അപ്പൊ റൊണാൾഡോ മാമൻ ഈ ഊൾ ഐഡിയ പറഞ്ഞു തന്ന്. അല്ല, ഞാൻ ഒരു ഐഡിയ പറഞ്ഞെടുത്തപ്പോ ഇവനാണ് ചിലങ്ക എടുത്തോണ്ട് വന്നല്ലേ? റൊണാൾഡോ മാമൻ പറഞ്ഞ് മാമിയുടെ റൂമിൽ പോയി എടുക്കാന്ന്. അങ്ങനെ റൊണാൾഡോ മാമൻ എടുത്ത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പോകുന്ന മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഒരു രസത്തിനെടുത്തോണ്ട് ഒളിപ്പിച്ച് ഇപ്പൊ സാധനം കാണുന്നില്ല. കാണാനില്ലേ? അടിപൊളി. അവിടെ തപ്പി നടപ്പുണ്ട്. ബാ ബാ ബാ, രണ്ടുപേരും വന്നോ. അല്ല, ഞങ്ങളിത് തപ്പ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. അങ്കിളും ഞാൻ എന്തിന്? ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. അയ്യോ, നീ ഒന്നും ചെയ്തില്ലേ? എന്നാ അങ്ങോട്ട് പറഞ്ഞു അവിടെ. ബാ ബാ, ഞാൻ നടക്ക് നടക്ക്, പോ പോ, ബാ നടക്ക് നടക്ക്. ചെല്ലു 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 ചെല്ലു. അമ്മ, ചെലങ്ക കലന്മാരെ കിട്ടി. ആ, ഇവരാ ചെലങ്ക എടുത്ത് ഒളിപ്പിച്ചു വെച്ചേ. ആര്? എന്തിന്? ഈ രണ്ടുപേര്. ഇവർക്ക് എന്തിനാ എന്റെ ചിലങ്ക? എന്തിനെന്ന് ചോദിച്ചപ്പോ ബോറടി മാറ്റാനാന്ന്. ബോറടി മാറ്റാൻ ആരെങ്കിലും ചെലങ്ക എടുത്ത് വയ്ക്കുവോ? നീ അറിഞ്ഞൂടെ? ചെലങ്ക എടുത്തോടാ നീ. എന്നാ പോയി എടുത്തോണ്ട് പോയി. എടുത്ത ചെലങ്ക ആ പെണ്ണിന് ഡാൻസ് ക്ലാസ്സിൽ പോകേണ്ടതല്ലേ? അത് അവിടെ ഒരു രസത്തിന് വേണ്ടി. ആർക്കാണ് ബോറടി? നിനക്കാണോ ഇവനാണോ ബോറടി? ആർക്കാണ്? അതുകൂടെ പറ. ആർക്കാണ് ബോറടി? നിനക്കാണോ ഇവനാണോ? അല്ല തന്നെ അതൊക്കെ അങ്ങനെ എടുക്കാൻ പാടുണ്ടാ? ഇനി സാരമില്ല, ചെലങ്ക കൊടുക്കാം. സാധനം എടുത്തോണ്ട് കൊടുക്ക്. അല്ല, അതവിടെ വെച്ചെടുത്ത് കാണുന്നില്ല. വെച്ചെടുത്ത് കാണാനല്ലേ? തമാശ കളിക്കണടാ. എവിടെ കൊണ്ട് വെച്ചത്? ബോറടിച്ചതല്ല ലില്ലി. നീ ആർക്കെടുത്ത് വിറ്റത്? ആർക്കെടുത്ത് വിറ്റത്? സത്യം പറഞ്ഞു. ഒരാളെ വിളിച്ച് സത്യം ചെയ്തിട്ട് കാര്യമില്ല. 1500 രൂപ വിലയുള്ള സാധനമാണ്. എടാ, കല വിറ്റ് ഇതുവരെ ഞാൻ അങ്ങനെ ഒരു പരിപാടി കാണിച്ചിട്ടില്ല. പക്ഷെ ഇത് മോശം. എന്റെ ചിലങ്ക വിറ്റാ? അവനെ തല്ലണ്ട. ഈ മുതുക്കനെ മാമിയുടെ ചിലങ്ക എവിടെ? ആരാ എടുത്തത്? എനിക്ക് ബോറടിക്കണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു റൊണാൾഡോ മാമന്റെ അടുത്ത് ഒരു വൈബ് ഉണ്ടായി തരാൻ. അപ്പൊ റൊണാൾഡോ മാമനെ ഈ ഊൾ ഐഡിയ പറഞ്ഞു തന്നെ. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അപ്പൊ ഈ റൊണാൾഡോ മാമനെ പറഞ്ഞു അത് കൊള്ളാന്ന്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ പോകുന്നുണ്ട്. എങ്ങോട്ട് പോയത്? പിന്നെ ഞാൻ എപ്പോഴാണ് അങ്ങോട്ട് പോയത്? എടി, നിന്റെ മര്യാദക്ക് ചെലവിട്ടുണ്ട്. മര്യാദക്ക് തന്നു എന്റെ ചിലങ്ക. മര്യാദക്ക് അടിക്കല മറ്റേ മേടിക്കല. സത്യമായിട്ടും ഇവന് വൈബ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് രസത്തിന് വേണ്ടിട്ടാണ് ഞാൻ ഇതൊന്നും എടുത്തു വെച്ചത്. മാത്രം പറഞ്ഞാൽ മതി. എത്ര രൂപ കിട്ടി? എന്ത്? ഞാൻ എനിക്ക് അതിന്റെ വിലയൊന്നും എടുത്തില്ല. പിന്നെ അങ്ങോട്ട് പോയി. ആക്രിക്ക് കൊടുത്തോ അതോ വേറെ ആർക്കെങ്കിലും കൊടുത്തോ? ദൈവമേ, ഞാനങ്ങനെ ചെയ്യത്തില്ല. സാധനം എവിടെ പോയെന്നേ എനിക്കറിയത്തില്ല. അറിയത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ചിലക്ക് കൈയും കാലും ഉണ്ട് നടന്നു പോകാൻ. സരസ്വതിയാണ്, സരസ്വതി. കുറെ ദ്രോഹമാണ് റൊണാൾഡോ. അടുത്ത ആഴ്ച ഒരു വണ്ടിപ്പണിയുണ്ട്, ഞാൻ മേടിച്ചുതരാം. അപ്പൊ നാളെ അവരുടെ ആവശ്യത്തിനുള്ള നാളത്തെ ഡാൻസിന് എനിക്ക് ഏറ്റവും വാങ്ങിച്ചതെന്നാണ് അറിയാവോ? അത് ചേച്ചി അതിന്റെ വിലയൊന്നും അറിയത്തില്ല. 2600 രൂപ വിലയാണ് അതിന്. ഇതിപ്പോ ഇവന് വേണ്ടിട്ട് ഞാൻ കുറ്റകൃത്യം. ഞാൻ രണ്ടാം സാക്ഷിയാണ്. നിനക്ക് എത്ര വയസ്സുണ്ട്? നിനക്ക് എത്ര വയസ്സുണ്ട്? ഈ കൊച്ചിന് എത്ര വയസ്സുണ്ട്? അത് പറ. എത്ര വയസ്സുണ്ട്? 40 വയസ്സായില്ലേ നിനക്ക്? ഞാൻ അറിഞ്ഞിട്ടില്ല. ചെലവിന്റെ കൈയും കാലും ഉണ്ടോ? എവിടെന്നാന്ന്
വെച്ച് മേടിച്ചിട്ട് വാ. ശബ്ദം ലില്ലിപ്പണി ചിലക്കട്ടെ അവിടെ വെച്ച ചിലക്കട്ടെ നോക്കണേ അത് തന്നെ ചിലക്ക നോക്ക് 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 മേടിച്ച് കൊടുത്ത ആള് തന്നെ അടിച്ച് മാറ്റി വെച്ച് നമ്മുടെ തലയെ കൊണ്ടുവച്ചല്ലേ അത് ബോറടി മാറിയാ സോറി ചെലങ്ക 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 നിന്റെ ബോറടി മാറിയോ? Aliens